ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ 5ാമത്തെ ദിവസമാണ്. രാവിലെയൊക്കെ ആയിട്ടുണ്ട്. ബീച്ച് നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മൾ ചായയൊക്കെ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വെച്ചിട്ടുള്ള രാവിലെ തന്നെ തണുപ്പായതുകൊണ്ട് കട്ടൻ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് വെള്ളം ഏകദേശം തണുക്കാനായിട്ടാണ്. തണുത്തിട്ടില്ല. ഇതപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാനുള്ള പരിപാടി. ചായ കുടി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇറങ്ങും. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ നമുക്ക് നല്ല കാഴ്ചകൾ കാണാം. ഓക്കെ. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ അവിടുന്ന് റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഇപ്പോൾ മൂന്നാറിൽ മഹാറാണി എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണം ഇതാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ദോശ, മസാല ദോശ, 3 മസാല ദോശ, ഒരു ഇന്നിവട, 2 ഇഡ്ഡലി, ചായ, പിന്നെ യൂത മീമിയാണാ ഇവ. നമ്മള് മാട്ടുപ്പെട്ടി ഡാം എത്തിട്ടോ. ഇതാണ് മാട്ടുപ്പെട്ടി ഡാം. ഇന്നലെ നമ്മളിവിടെ ഒക്കെ വന്ന് തിരിച്ചു പോയതാണ്. ഇന്നലത്തെ നല്ല ഡിഫറെന്റ് ആണ് ഇന്നത്തെ ക്ലൈമറ്റ്. ഇന്നലെ ഫുള്ള് മഴ ആയതുകൊണ്ട് നമുക്ക് നല്ല കോടയും തണുപ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വെയില് അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇവിടെ കുറെ ഷോപ്പുകളുണ്ട്. അപ്പോൾ നമ്മൾ പൈനാപ്പിളും മാങ്ങ കണ്ടിട്ട് നിർത്തിയാട്ടാ. പൈനാപ്പിൾ വേണോ മാങ്ങ വേണോ? പൈനാപ്പിൾ ഒരു മാങ്ങ എടുക്കാം. അപ്പോൾ ഒരു പൈനാപ്പിളും ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി 50 രൂപ. ഓക്കെ. ഇത് ദേവികുളം ഗ്രാമപഞ്ചായത്താട്ടാ. അവിടെ നമുക്ക് ഇറങ്ങാനുള്ള ഒരു ലൊക്കേഷൻ ഉണ്ട്. അവിടെ ഇറങ്ങാനൊരു സ്പേസ് ഉണ്ട്. ഇവിടെ കുറച്ചും കൂടി ഫ്രണ്ട് പോയാൽ നമുക്ക് ഈ വെള്ളത്തിൻ്റെ അവിടെ നിൽക്കാൻ പറ്റും. കുറെ കട ഇതൊക്കെ ഓപ്പൺ ആക്കാൻ ഉള്ളത് തോന്നുന്നില്ലേ? ബാഗുണ്ടൊക്കെ അങ്ങനത്തെ ഐറ്റം കുപ്പായങ്ങള്. ഇതിവിടെ ഡ്രീം ക്യാച്ചറാണ്. അത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നൊക്കെ കേട്ടാ പറയല്. ഡ്രീം ക്യാച്ചർ എന്നാണ് അതിന്റെ പേര്. അപ്പം നമ്മളിവിടെ വണ്ടി എടുത്തിട്ടുണ്ട്. ഞാൻ അവരെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. എന്താ ഇവര് വന്ന് ഗൈസ് എവിടെ ഒന്നുമില്ല. ഞങ്ങളെ വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ച് ഉറങ്ങിയോനോ ഉറങ്ങിക്കണേ. വണ്ടി ശരിയാക്കണമെങ്കിൽ ശരിയാക്കിക്കോളെ. അങ്ങനെതാക്കി അവിടെ. വേറൊരു കാര്യം എന്താ വെച്ചാലേ നമ്മുടെ വണ്ടിമേല് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടക്ക്ഡു വേൾഡ്. എവിടെ എത്തിന്നറിയോ? യൂസാ ഇങ്ങോട്ടോക്കെ. ഹായ് ചിന്നമ്മ. ട്ടാ ഇവൊക്കെ ഇറങ്ങാട്ടാ. ചിന്നമ്മ വാ വാ, ഇറക്കി തരാ വാ. ഇല്ല അപ്പൊ അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക താഴോട്ട്. ഓക്കെ 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 ഓക്കെ. അവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, പക്ഷെ തിരക്ക് കുറവാണ് അല്ലേ. ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ജുമിയ ഇതില് മുതലുണ്ടായിരുന്നല്ലോ.
ഇതില് നമ്മൾ കഴിഞ്ഞ വരെ ഒരു മുതലിനെ കണ്ട് ഓർമ്മ ഉണ്ട് എനിക്ക്. എന്തായാലും നല്ല ഭംഗിയാ. എന്ന് വെച്ചാൽ നല്ല മഴ പെയ്തിട്ടുണ്ട് അല്ലേ? മഴ പെയ്ത് നല്ല ചളിയും കാര്യങ്ങളും. അപ്പൊ അത് ഞങ്ങളിങ്ങനെ നടന്ന് പോവാ. ഞങ്ങളെ കയ്യിൽ കഴിക്കാനുള്ള നല്ല ഐറ്റം സാധനമൊക്കെ ഉണ്ട് കേട്ടാ. പൈനാപ്പിൾ അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കുറച്ചേരം ഒരു 10 മിനിറ്റൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ പോകണം. ഇനി വട്ടവട എത്തണം. അവിടുന്ന് പിന്നെ മറയൂര് കാന്തല്ലൂര് പോകണം. അവിടെ സ്റ്റേ ചെയ്യണമെന്ന്. അതൊക്കെയാണ് പ്ലാനുകൾ. ഇങ്ങനൊക്കെ അവിടെ തന്നെ ഉള്ളു തിരക്ക്. ഇവിടെ ഒന്നും ആരുമില്ലയോ? കണ്ടില്ലേ? ഇവിടെ തന്നെ ഉള്ള ആള്. ഇവിടെ ഒന്നും ആരുമില്ല. ഫോട്ടോ എടുക്കാൻ എത്ര പൈസ ചേട്ടാ? എത്ര ഫോട്ടോ? 30 മതിയാ? എടുക്കല്ലേ? നമ്മള് വന്നപ്പോ ഇവിടെ നമ്മള് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ആൾക്കാരൊക്കെ കൂടി. കേറാൻ വയ്യ അവർക്ക്. ബൈക്ക് ഓട്ടുന്ന് പറഞ്ഞാടാ. நான் கிளீன் ஆக்குறேன். நீங்களாம் வரையில கிளீனாக இருக்கணும். பொம்மை குட்டிமா பைக்கில் அது ஓட்டிட்டு போகுது. நான் பார்க்கணும் இன்னைக்கு. ചേച്ചി കഴിക്കോ? சாப்பிடுங்க. നസുക്കുള്ളതുണ്ടോന്ന് സ്പൈസുകളുണ്ട്, അല്ലാത്തതുണ്ട്. എന്താ ചായപ്പൊടി, മാഷ്മെലോ, മിഠായിസ് എല്ലാം ഉണ്ട്. നമ്മുടെ ഫ്രഷ് പാഷൻ ഫ്രൂട്ട്, ക്യാരറ്റ്. അപ്പൊ ഗൈസ് നമ്മളിപ്പോ എന്താണ് കുണ്ടല ഡാം എത്തി. 1750 മീറ്ററിലാണ്. അപ്പൊ നമ്മള് വട്ടവട റൂട്ടിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ക്യാറ്റാണ് ഫുള്ള് ഇങ്ങനെ കയറി കയറി കയറി. ഡാമിന്റെ അപ്പുറം വരെ പോവാന്ന് പറഞ്ഞ് അവിടെയും കൂടി കണ്ടിട്ട് വരാം. നമ്മൾ വന്നിട്ടുണ്ടല്ലേ ഇറങ്ങി വന്നത്. നമ്മള് കുണ്ടാ ഡാമൊക്കെ വന്നിട്ട് നമ്മള് പക്ഷെ അവിടെ വണ്ടി നിർത്തിട്ട് പാർക്കിങ്ങിൽ വണ്ടി നിർത്തിട്ട് നമ്മള് നടന്നിട്ടാണ് വന്നത്. ഇവിടുന്നല്ലാന്ന് പോട്ടെടുത്ത് ആ ലൊക്കേഷൻ നോക്കിയിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് ഇവിടെ കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടില്ല. ഇവിടെ കയാക്കിങ്, ബോട്ടിങ് ഒക്കെ ഉണ്ട് ഫാമിലി. അന്ന് വന്നപ്പോ ബൈക്ക് പോകാൻ പറ്റില്ല. അന്ന് ഇല്ല, അന്ന് ഫുള്ള് പാർക്കിങ്ങില് നമ്മള് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഈ ബൈക്ക് ചെയ്യുന്നല്ലോ ഇവിടെ സമാധിയുണ്ട്. ഇതൊന്നും എൻട്രൻസ് കുറച്ച് കിട്ടുന്നില്ല.
ഇവരിവിടെ എന്താ കാട്ടണേ? എത്ര? അതെന്ത് സാധനമാണ്? അല്ല അതന്നെ, അത് മനസ്സിലായി, ബാഗ് മനസ്സിലായി. എന്താ സംഭവം ഇത്? കരടിയോ? ഇതൊക്കെ കുതിര. കുതിര ഇവാനോ? കുതിര. അടുത്തത് എൻട്രൻസ് ഇവിടെയും 10 രൂപ കേട്ടാ. ടിക്കറ്റ് റേറ്റ്സ് ആണ് വരുന്നത്. ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. അവിടെ ഉണ്ട്, അവിടെ പോയിരിക്കാം. ആടിക്കൂടെ അവിടെതാ ഫാമിലി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. പക്ഷെ ആരും ഇല്ല അങ്ങനെയല്ല ബോട്ടിങ്ങിനൊന്നും. ഊഞ്ഞാലതാ ഊഞ്ഞാലതാ അതാ. ഇവനാണെങ്കിൽ അവിടെ ഇരുത്തിക്കോ, നമുക്ക് അവിടെ ഫാമിലി ആയിട്ട് ഇരുന്ന് ഫോട്ടോ എടുക്കാം. ഇവിടെ കുണ്ടള ഡാമിലെത്തി. ഇവിടെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നമുക്കിങ്ങനെ നല്ല രീതിയിൽ വിശ്രമിക്കാൻ പറ്റും. നമ്മളിവിടെ വന്നിരുന്നിട്ടുണ്ട്. ഊഞ്ഞാലുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയത്. അപ്പോൾ ഇതാ ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഓരോതാ അവിടെ ഇതാണ് കേട്ടോ മൊത്തത്തിലുള്ള വ്യൂ. ഇപ്പോഴൊക്കെ അങ്ങനെ കയാക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ ചെയ്താൽ അടിപൊളിയായിരിക്കും. ഇവിടെ രണ്ടാൾക്കാരെ കാണാനില്ലാണ്ട് നോക്കിയതാണ്. അപ്പോൾ ഇവിടെ ഒരു കുരങ്ങനും വിളിപ്പിച്ച് കളിക്കണം. അതിനിട്ട് അങ്ങോട്ട് പോയ കുരങ്ങനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിക്കണ്. അപ്പോൾ ഗൈസ് ഞാനിവിടെ ഊഞ്ഞാലാട കേട്ടോ, ഓരോട് ഊഞ്ഞാലാട കേട്ടാ. ഇവിടുത്തെ തണുത്ത കാറ്റും കണ്ടിട്ട് ഊഞ്ഞാലാടാൻ നല്ല സുഖമുണ്ട്. നല്ല കാർമേഘം മൂടുണ്ട്. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. മഴ ഇപ്പം പെയ്യും തോന്നുന്നുണ്ട്. വിട്ടാലോ? മറ്റാളെ ഫേവറേറ്റ് ആണിത്. ഇതുപോലെ ഊഞ്ഞാലാട്ടം. ജിമിയ അത് ശരിക്കും ഹായ് അതൊക്കെ ഓ പോയാലെന്നാല് നല്ല തണുപ്പ് കേൾക്കുന്നുണ്ട്, മഴയും ചാറുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പതുക്കെ നീങ്ങുകയാണ്. നിസാമ പോവുകയല്ലേ? പോവല്ലേ? വാന്നാല് പതുക്കെ നീങ്ങാം. അപ്പോൾ ഞങ്ങൾ നീങ്ങുകയാണ്. വരൂ, വാ പോവാ. നേരെ വട്ടവട. ഓക്കെ ആയിക്കോട്ടെ. അങ്ങോട്ടേക്ക് മറ്റാളപ്പം മൈസൂർ പാക്കൊക്കെ കഴിക്കാണ്. എന്താ ജിമ്മേനി പരിപാടി? മഴയൊക്കെ പെയ്തു. ഒരാള് റെയിൻ ജാക്കറ്റൊക്കെ എടുത്തേക്കണ്. ഏത് ഇതാ നമ്മളെ വണ്ടി തക്കണേ. പോലപ്പം മഴ മാറിയേക്കാറല്ലേ. നമ്മുടെ കുണ്ടള ഡാമിന്ന് തിരിച്ചു പോവുകയാണെങ്കിൽ നേരെ വട്ടവട പിടിക്കുകയാണ്.
അപ്പോഴും ഇനി ഇതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും നിർത്തും. ഡാമണപ്പുറത്ത് നമ്മൾ പോവണ്ട. ഇവിടെ കുതിരന്റെ അടുത്ത് നിന്ന് അല്ല, കുതിരമ്മ കയറാൻ വേണ്ടിട്ട് 150 ആട്ടോ ഇവിടെ പറയണത്. ഇവിടെ 150 ആണ്. മറ്റോടത്ത് നമ്മൾ ചോദിച്ചപ്പോ 100 ആണ്. ഹലോ, അപ്പോൾ നമ്മൾ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ജാക്കറ്റ് ഒക്കെ റെയിൻ ജാക്കറ്റ് ഇട്ടിട്ട് ഞങ്ങൾ രണ്ടാളും സ്വെറ്ററാണ്. പക്ഷെ പെട്ടെന്ന് മഴ കണ്ട് ഉള്ളിലേക്ക് ആവില്ല. മഴ പെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നല്ല മഴ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇവിടെ കയറിക്കാ ഞങ്ങൾ നല്ലൊരു തട്ടുകട കയറി കേട്ടോ. മഴ പെയ്ത് കയറി നിന്ന സ്ഥലത്ത് നല്ല വ്യൂ ആണിട്ടത്. തന്നെ പോയിന്ന് താഴെ. ഇതൊക്കെയാണ് കാവ് പശുതാ പശു അറിയണ്ട. അപ്പൊ വട്ടവട എത്തണ കുറച്ച് മുന്നായിട്ട് ഇതപ്പോ അങ്ങനെ നിർത്തിയാണ്. കോട കണ്ടപ്പോ നിർത്തിയ അമ്മാരി കോട അല്ലേ യുവാ ചേട്ടോയ്. നമ്മളെ ചേട്ടന്റെ ഷോപ്പാട്ടാ. പോവല്ലേ? ഓ നമ്മള് പോണ റൂട്ടിൽ ഇത് വട്ടവട കേട്ടോ ഗൈസ്. പറയാൻ വാക്കുകളില്ല ഗൈസ്. ഫുള്ള് അവിടെ ഒന്നും കാണില്ലല്ലോ. ഫുള്ള് ആകാശമല്ലത്, ഫുള്ള് കോടയാണ്. ഫുള്ള് കോടയാണത്. മഴ മഴ. ബാക്കിൽ കാണുമ്പോൾ തന്നെ അറിയാം ഫുള്ള് കോടയാണ്. നമ്മൾ പോണ റൂട്ട് ഫുൾ കോടയാണ്. പൊളിയാണ്. വിമാനൊക്കെ നമ്മൾ സേഫ് ആക്കിയിട്ടാണ് ഫുൾ സെറ്റായിട്ടുള്ള ജാക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടെടുത്തിട്ടുള്ളത്. മഴ പെയ്യുന്ന ഇടയിൽ കോടയുണ്ട്. നമുക്ക് ക്യാമറ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റില്ല, കാരണം ഫുള്ള് കട്ട് റോഡാണ്. അപ്പൊ ഗൈസ് നമ്മള് വട്ടവട ചെക്ക് പോസ്റ്റ് എത്തി. വെൽക്കം വട്ടവട. വട്ടവട ഗ്രാമപഞ്ചായത്ത്. ഇടിയൊക്കെ കിട്ടുന്നുണ്ടല്ലോ മോനെ. ഗൈസ് നമ്മള് ഇതിന്റെ ഉള്ളിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. ഇത് 5 കിലോമീറ്റർ വരെ കാടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വണ്ടി നിർത്താനോ ഫോട്ടോ എടുക്കാനോ ഒന്നും നമുക്ക് ചെയ്യാൻ പാടില്ല. ഒരു പ്രത്യേക അവിടുന്ന് ഇൻഫർമേഷൻ തരും. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ആ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ അഡ്രസ്സൊക്കെ അവിടെ ഡീറ്റെയിൽസ് എഴുതി വാങ്ങിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ ഇല്ല തോന്നുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ പറ്റുമോ? അവിടെ നിങ്ങോട്ട് ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങോട്ട് പോണവർക്ക് എത്രയായാലും കുഴപ്പമില്ല. അവിടെ ഒരു പാർക്കൊക്കെ വരുന്നില്ലേ? നാഷണൽ പാർക്ക് ഇവിടെ കേട്ടോ. നമ്മള് നല്ല തണുപ്പുള്ള ടൈമിൽ വരില്ല. ഒരു ജനുവരി 1 ഡിസംബർ ലാസ്റ്റ് ജനുവരി 1 വരുന്ന ടൈമിൽ ഈ ഒരു ഏരിയയിലാണ് മഞ്ഞ് പെയ്യലിട്ടാ. വട്ടവട കാട്ടിനെ കാണാൻ പറ്റും. സാധാരണ കാണാറുണ്ട്. നമ്മളെ ഇതിന് മുന്നേ പ്രാവശ്യം വന്ന സമയത്ത് ഈ സഹാരി മാരിയന്റൽ റിസോർട്ട് ഇതിന്റെ ഉള്ളിലാട്ടോ നമ്മള് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഉള്ളിലേക്ക് ഒന്നുകൊണ്ട് കയറി പോണം. നല്ല രസമാണ് സംഭവം. അവിടെ ടെന്റും ഉണ്ട്. പിന്നെ ഇതേപോലത്തെ ആ പിക്ചറിൽ കാണുന്ന പോലത്തെ
വീടുകൾ ചെറിയ ചെറിയ ഒറ്റ റൂമുള്ള വീടുകളുണ്ട് അല്ലേ? ജീപ്പ് സഫാരി എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഫുഡൊക്കെ ഉണ്ടാവും കേട്ടോ അവിടെ. ഇതിന്റെ ഉള്ളിലാണ് അന്ന് നമ്മള് സ്റ്റേ ചെയ്തത്. നമ്മള് സ്ട്രോബെറി തോട്ടം കാണാൻ പോകട്ടോ. താഴെ വണ്ടി ഇതവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ചങ്ങോട്ട് ഇറങ്ങാണ്ട് നോക്കി ഇറങ്ങിട്ടോ കുട്ടീനായിട്ട്. താഴെയാണ് റീപ്ലാന്റ് ചെയ്തതുണ്ട്. ഒറ്റൊന്നുമല്ല കായൊന്നുമില്ല കേട്ടോ. സ്ട്രോബെറി ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് തോട്ടം കണ്ടിട്ട് വരാം. നല്ല ഭംഗിയുള്ള ഫ്ലവറൊക്കെ ഉണ്ട്. രണ്ടും അല്ല അത് നമ്മളവിടുത്തെ ജമന്തിന്റെ പക്ഷെ ഇല പോലെ ഉണ്ടത് കാണാന്. അല്ല ജമന്തിന്റെ മഴ പെയ്താല് പണിയാവും. എനിക്കറിയാ. നമ്മള് കേറും കാരണം നമ്മളെ കുട്ടികളല്ലേ. അല്ലടച്ചനെ ഇതൊക്കെ റീപ്ലാന്റ് ചെയ്തതാണ്. സ്ട്രോബെറി ഉണ്ടാവും. ഇതൊക്കെ റീപ്ലാന്റ് ചെയ്തതാ. അവിടെ അതൊക്കെ സ്ട്രോബെറിന്റെതാണ്. ആ ഒരു വേറെ ഗ്രീൻ ആയിട്ട് കാണുന്നതാ. മഴ പൊടിയുണ്ടിട്ടാ. സൂര്യകാന്തിന്റെ വേറെ ഐറ്റാലേ എല്ലാ സ്ഥലത്തും ചെടി നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടില്ല ഇവിടെയൊക്കെ വേറെ തന്നെ രസമുണ്ട് അവിടുന്ന് കാണുമ്പോള്. അവിടുന്ന് ഇങ്ങനെയാണ് ഇറങ്ങി വന്നത്. ഇവ നല്ല ഉറക്കാണ്. ഇന്നോവി നല്ല ഉറക്കാണ്. ഇവിടെ യൂസ് നല്ല ഉറക്ക. യൂസ് വട്ടവട കയറിയതേ അറിഞ്ഞിട്ടില്ല. കായല്ലാന്ന് അവർ ആദ്യം തന്നെ പറഞ്ഞിരിക്കണല്ലോ. ചെടിയാണെങ്കിൽ കാണാം. നമ്മൾ തിരിച്ച് മേലെ കയറി. ജസ്റ്റ് ഒരു ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കായൊന്നും ഉണ്ടാവില്ല. നമ്മള് സ്ട്രോബെറി ജാം എന്താ റേറ്റ് ചേട്ടാ? ഇപ്പൊ ഞങ്ങൾ വട്ടവട ടൗണെത്തി. വട്ടവട ടൗണിൽ നിന്ന് ഞങ്ങൾ ഹോട്ടലിൽ കയറി. ഹോട്ടൽ മലബാറീസ് എന്ന് പറഞ്ഞിട്ട് നല്ല ഫുഡ് അടിയാണ്. ഞാൻ മാത്രം കഴിച്ചിട്ടില്ല, ഞാനും കൂടി കഴിക്കാൻ പോവാണ്. ഹലോ, അപ്പൊ നമ്മള് വട്ടവട ടൗണിൽ നിന്ന് തിരിച്ചിട്ട് ഞാൻ നേരെ കാന്തല്ലൂര് മറയൂര് പോവല്ലേ. ഇവിടുന്ന് മൂന്നാറ് ടൗണിൽ പോയിട്ട് വേണം ഞാൻ അവിടുന്ന് കാന്തല്ലൂര് മറയൂര് റൂട്ടിന് പോകാൻ വേണ്ടിയിട്ട്. ഇതാ നമ്മളിപ്പോ വട്ടവട ടൗണിലാണ്. ഇവിടെ ഓരോ സ്ഥലത്ത് കണ്ടോ മഴ. ഒരു ഭാഗത്തേക്ക് കോട, മറ്റേ ഭാഗത്തേക്ക് മഴ. അങ്ങനെ രണ്ട് ഇതായിട്ടുണ്ടോ. നമ്മൾ തിരിച്ചു പോകണം. ഇവാനിവിടെ മഞ്ച് വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ നിൽക്കണ്. അപ്പോൾ ശേഷം നമ്മള് മൂന്നാർ ടൗൺ എത്താനായി വട്ടവടയിൽ നിന്ന് തിരിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ നിറച്ചുണ്ട് കേട്ടോ അല്ലേ. ആ ഡാമിൻ്റെ അവിടെ ഡാം തുറന്നിട്ടിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ നോക്കാൻ പറ്റില്ല കാരണം നമ്മൾ ബൈക്കിലാണ് ബ്രിഡ്ജിൽ കൂടി വരുന്നത്. അവിടെ നേരെ ചേട്ടൻ നിർത്തിയിട്ടാണെങ്കിൽ നമുക്ക് പോയി കാണാമായിരുന്നു. നമ്മൾ പോണ റൂട്ടില് പോണ റൂട്ടാണിത്. ഫുള്ള് കോടയാണ്. അപ്പോൾ നമ്മൾ മറയൂർക്ക് പോണ വഴിക്കൽ ഈ ചായക്കട കണ്ടപ്പോൾ നിർത്തി കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടിയിട്ട്
അപ്പോൾ ചായ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് നോക്കി, അടിപൊളിയാ, ഒരു രക്ഷയില്ല കേട്ടോ. അരുവിങ്ങനെ ഒഴുകാണ്, അതിൻ്റെ ഇടയിൽ കൂടി മഴയും നല്ല ചായ. അപ്പൊ നമ്മള് പെട്ടെന്ന് പോവാൻ നിക്കണേ. ചായക്ക് കുടിച്ച് നല്ല തണുപ്പുണ്ട് കേട്ടോ. നമ്മളെവിടുക്ക പോണി പോവാ? ജീപ്പ് കണ്ടേ? ആ ഞങ്ങൾ ജീപ്പൊക്കെ കണ്ടിട്ടോ. പോവല്ലേ പോവല്ലേ? ടാറ്റ കൊടുക്കി. കറക്റ്റ് ടൈം പറയുകയാണെങ്കിൽ ഇപ്പൊ 5:40 കഴിഞ്ഞു, 5:50 അയക്കണേ. എപ്പോഴാ അവിടെ എത്താന്നൊരു ഐഡിയ ഇല്ല. ഇത് നമ്മള് ടോപ്പിലേക്ക് കേറി പോവാണ്. പോണ റൂട്ടാണിത്. ഇയാള് കൈ നല്ല ഫ്രീസായിട്ട് ഗ്ലൗ ഒക്കെ എടുത്തിട്ടുണ്ട്. റൈഡ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും. നമ്മള് അങ്ങനത്തെ റൂട്ടിലേക്ക് വരുമ്പോൾ നല്ല ഹെവി തണുപ്പാണ്. ഇത് ഇരവിക്കുളം നാഷണൽ പാർക്കാട്ടോ. 8 മണി മുതൽ 4 മണി വരെ ഇരവിക്കുളം നാഷണൽ പാർക്ക്. അവിടെ ഒരു നമ്മള് ആ ടൈമില്, ആ തുറക്കുന്ന ടൈമിൽ പോയാലേ നമുക്ക് എന്തെങ്കിലും കാണാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. ആ കേട്ടോ, നമ്മള് പോണ റൂട്ട് നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ള് തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ മറയൂർ പോണ വഴിക്ക് ലക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് റൂം എടുത്തിട്ടുണ്ട്. ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നൂഡിൽസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.